ഒരുപാട് ആൾക്കാരുടെ പ്രാർത്ഥനന്റെ ഒരു ഫലമായിട്ട് ഈ കൂട്ടായ്മ എന്നും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വലിയ ശക്തി. ആ ശക്തിയാണ് ഇത് ഇത്രയും രീതിയിൽ ഇതിനെ വളർത്തിയത്. ഈ ഒരു വിശ്വാസമാണിത്. വിശ്വാസം കൂട്ടായ്മയുടെ വിജയമാണ് ശരിക്കും ഫാമിലിന്റെ വിജയം. ഒരാളെയും വഞ്ചിക്കാനോ അല്ലെങ്കിൽ ഒരാളുടെ അപഹരിക്കാനോ ഒന്നും പാടില്ല. അങ്ങനെ ഒരു കൂട്ടായ്മയിൽ കൂടി വളർന്നാൽ ലോകത്ത് ഏത് ലെവലിലുമാണെങ്കിലും ആൾക്കാർക്ക് എത്താൻ കഴിയും. ഞങ്ങളെ ക്യാപ്ഷൻ തന്നെ എൻ്റെ ഇഷ്ടങ്ങൾ എൻ്റെ ഫാമിലിക്ക് അറിയാമെന്നാണ്. ആ വെഡ്ഡിങ് സെന്റർ കുന്നമംഗലത്ത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞങ്ങളൊരു മാറ്റം ശരിക്കും സംഭവിക്കുന്നത് ആ വെഡ്ഡിങ് സെന്ററോടാണ്. അപ്പോൾ നഷ്ടം സഹിച്ചാലും ഇഷ്ടം കൊടുക്കണമെന്ന് ഞങ്ങളെ സ്റ്റാഫ് ഞങ്ങൾ പറയില്ല. ഞങ്ങളെ മെമ്പേഴ്സിന്, ഫാമിലി മെമ്പേഴ്സിനെ ഞങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് മലയാളി മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഒരുപാട് ബിസിനസ്സുകാരെ, ഒരുപാട് ഈ പറയുന്ന പോലെ ഓണ്ടർപ്രണേഴ്സിനെ നമ്മൾ ഇന്റർവ്യൂ ചെയ്ത് ഈ ഒരു സീറ്റിൽ ഇരുന്നിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും നമ്മൾ എന്താ പറയുക, ഒരു ഓണ്ടർപ്രണർ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഒരുപാട് പേർക്ക് ജോലി കൊടുക്കുന്ന ആളുകളാണെന്ന് പറയും. ഒരുപാട് പേർക്ക് ജോലി കൊടുക്കുക മാത്രമല്ല, അവരെ എല്ലാവരെയും കൂടെ നിർത്തി അവരെ എല്ലാവരെയും ഓണ്ടർപ്രണേഴ്സ് ആക്കി മാറ്റിയ രണ്ട് പേരാണ് ഇപ്പം നമ്മുടെ കൂടെ ഉള്ളത്. ഒരു വലിയ കൂട്ടായ്മയാണ്. അതിൽ റെപ്രസെന്റ് ചെയ്ത് വന്നിരിക്കുന്ന രണ്ട് പേരാണ്. ദ ഫാമിലി വെഡ്ഡിങ് സെന്ററിന്റെ മാനേജിങ് ഡയറക്ടേഴ്സ് ആയിട്ടുള്ള ഇക്ക. ഒരുപാട് സന്തോഷം. അതുപോലെ തന്നെ ഭാര്യയ്ക്കും അതുപോലെ സലാമയ്ക്കാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഒരുപാട് സന്തോഷം. അതിന് ഒരുപാട് കഥകളുണ്ട്, ഒരുപാട് വിശേഷങ്ങളുണ്ട്. അതിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എങ്ങനെയാണ്, കാരണം ഫാമിലി വെഡ്ഡിങ് സെന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫാമിലിയാണ്. അതെ, അങ്ങനെ തന്നെ വേണം പറയാനായിട്ട്. കൂടെ വർക്ക് ചെയ്യുന്ന എനിക്ക് തോന്നുന്നു ഒരു 56 പേരോളം കൂടെ വർക്ക് ചെയ്യുന്നവരൊക്കെ അതിൽ പാർട്ട്നേഴ്സ് ആണ്. ഏത് ആ ഒരു ടെക്സ്റ്റൈൽസിൽ അല്ലെങ്കിൽ ആ ഗ്രൂപ്പിൽ പാർട്ട്നേഴ്സ് ആണ് അവരൊക്കെ. പുറത്തുനിന്നുള്ള ആളുകളൊക്കെ ഉണ്ട്. എങ്ങനെയാണ് ഈ ഒരു ഫാമിലി വെഡ്ഡിങ് സെന്റർ, ആ ഒരു ഫാമിലി ഉണ്ടായത് എങ്ങനെയാണ്? ഞങ്ങൾ തുടക്കം മുതലേ ഞങ്ങൾ ചെറിയ ഷോപ്പുകളാണ് നമ്മൾ തുടങ്ങിയത്. ഞാൻ SLC പരീക്ഷ കഴിഞ്ഞതിന് ശേഷം കഷ്ടിച്ച് രക്ഷപ്പെട്ടതാണ്. അപ്പോൾ അത് കഴിഞ്ഞ് നേരെ ജീപ്പിലൊക്കെ ക്ലീനർ പണിക്കൊക്കെ പോയ സമയത്താണ് ഒരു ഷോപ്പിൽ നിൽക്കാനുണ്ടെന്നുള്ള പറഞ്ഞിട്ട് കൽപ്പറ്റയിലേക്ക് പോകുന്നത്. അപ്പോൾ കൽപ്പറ്റയിൽ ഞങ്ങൾക്ക് അന്ന് ഞങ്ങളെ അവിടെ കച്ചവടം ചെയ്യുന്നത് ഖാദിർക്ക എംപിച്ചിക്ക എന്ന് പറഞ്ഞ 2 ആൾക്കാരാണ്. അവരെ കൂടെ കൂടി അങ്ങനെ ഒരു വർഷം കഴിഞ്ഞപ്പോൾ കച്ചവടമൊക്കെ ഒന്നുകൂടി ഡെവലപ്പ് ആയപ്പോൾ ഒരാളെയോടും വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ സുഹൃത്തായിട്ടുള്ള സലാം നാട്ടിൽ നിന്ന് കൽപ്പറ്റയിലേക്ക് എത്തി. അങ്ങനെ ഞങ്ങൾ 2 പേരും ഇങ്ങനെ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പോൾ ഞങ്ങളെ ഈ ഖാദിർക്ക അമ്പിച്ചിക്ക എന്ന് പറഞ്ഞ ആൾക്കാരെന്താ പറയുക വെച്ചാൽ വേറെ ഷോപ്പ് തുടങ്ങണം, നമുക്ക് ഇനിയും ചെറിയ ഷോപ്പുകൾ എവിടെയെങ്കിലുമൊക്കെ തുടങ്ങണം എന്നിങ്ങനെ ഞങ്ങൾക്ക് പ്രചോദനം നൽകും. ഞങ്ങൾ ചെറിയ പ്രായമാണല്ലോ. അപ്പോൾ ഞങ്ങളൊരു പ്രാവശ്യം മേപ്പാടിയിൽ ചെന്നിട്ട് അവിടെ ചെറിയൊരു കുമിറ്റി എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ആൾക്കാർ ഫുട്പാത്തിൽ നിന്നിട്ടാണ് സാധനം വാങ്ങേണ്ടത്. അത്രയും ചെറിയ ഷോപ്പ്, ഉള്ളിൽ കയറാൻ പറ്റില്ല. അപ്പം ഞങ്ങൾക്ക് അതിൽ സാധനം കൊണ്ടൊക്കെ ആണെങ്കിൽ കുറേ സാധനം. അപ്പം ഞങ്ങൾക്ക് ഒരു മൈൻഡിൽ ഉണ്ടായത് ചെറിയ പീസുകളാക്കുക. ഷർട്ടിൻ്റെ പീസുകൾ 2 മീറ്റർ മതി ഒരാൾക്ക്. അപ്പോൾ ആ ഒരു പീസ് നമ്മൾ ബാംഗ്ലൂർ പോയി എടുത്തു കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരുപാട് പീസ് വന്ന് 2 മീറ്റർ മുറിച്ചാൽ നമ്മുടെ ഷോപ്പിൽ ഒരുപാട് സെലക്ഷൻ ഉണ്ടാവും. വലിയ ഷോപ്പിലുള്ളതിനേക്കാൾ കൂടുതൽ സെലക്ഷൻ ഉണ്ടാവും. എല്ലാത്തിലും കുറഞ്ഞ 2 പീസ് 3 പീസേ ഉണ്ടാവുള്ളൂ. അപ്പോൾ പയ്യന്മാരൊക്കെ കൂടുതലായിട്ട് ഈ ചെറിയ പീടിയാണെങ്കിലും അവിടെ സെലക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വന്നത്. അപ്പോൾ ഒരു കൊല്ലമായപ്പോൾ തന്നെ നല്ല കച്ചവടത്തിന് ഇമ്പ്രൂവ്മെൻറ്റ് കണ്ടപ്പോൾ ഞങ്ങൾ കുറച്ചുകൂടി വലിയൊരു പീടിയ തുടങ്ങി. അന്ന് ഓരോ സ്ഥലത്തിൻ്റെ പേര് വെച്ചിട്ടാണ് പേര് വെക്കുക. അങ്ങനെ അന്ന് മേപ്പാടി ടെക്സ്റ്റൈൽസ് എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ ഷോപ്പ് തുടങ്ങിയത്. അവിടെ നിന്നാണ് ഞങ്ങൾ ഇങ്ങനെ കുറച്ചുകൂടി ഒന്ന് പിക്കപ്പായി ഇങ്ങനെ വന്ന സമയത്താണ് നേരെ ഞങ്ങൾക്ക് താമരശ്ശേരിയിൽ ഒരു റൂം എടുക്കണം എന്നുള്ള ഒരാഗ്രഹം വരിക ഡെവലപ്മെൻറ്റിൽ. അപ്പം ഞങ്ങളുടെ നാടും ഏകദേശം താമരശ്ശേരി അടുത്താണ്. അപ്പോൾ താമരശ്ശേരിയിൽ റൂം എടുത്ത് അങ്ങനെ കൽപ്പറ്റയിൽ അന്ന് സെയിൽസിലുണ്ടായിരുന്ന സലാമും ഞങ്ങളെ കൂടെ ഉള്ള ഞങ്ങളെ എംപിച്ചിക്കും ഖാദിർക്കയും ഞങ്ങളെ കൂടെ തന്നെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ താമരശ്ശേരിയിലേക്ക് വരുന്നത്. താമരശ്ശേരി വന്ന് സലാം അതിന് എന്ത് ചെയ്ത് നേതൃത്വം കൊടുത്തു. അപ്പോൾ താമരശ്ശേരിയിലാണ് ആദ്യമായിട്ട് ഫാമിലി ടെക്സ്റ്റൈൽസ് തന്നിട്ട് സ്ഥാപനമാക്കി കൊണ്ടുവരുന്നത്. അപ്പം മേപ്പാടിയിലായി, താമരശ്ശേരിയിലായി, കൽപ്പറ്റയിൽ ഞങ്ങൾ നിന്ന അവർ നമ്മൾ പാർട്ണർഷിപ്പ് ഒന്നും ഇല്ലെങ്കിലും ഞങ്ങൾ നിന്ന ഷോപ്പാണല്ലോ. അവരും ഞങ്ങളപ്പം കൂടെ നിന്ന്. അപ്പം പിന്നെ അങ്ങനെ അവിടെ നിന്നാണ് പിന്നെ ശരിക്കും ഞങ്ങളിങ്ങനെ താമരശ്ശേരിയിൽ നിന്നാണ് ഞങ്ങൾ കുറച്ചുകൂടി ഡെവലപ്മെൻറ്റ് ഇങ്ങനെ ആഗ്രഹിക്കുകയും ചിന്തിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ചെറിയ ഷോപ്പുകളൊക്കെ അമ്പലവയൽ, പേരാവൂർ, അതുപോലെ തന്നെ പിന്നെ മേപ്പയ്യൂർ, പന്തീരങ്കാവ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ചെറിയ ഷോപ്പുകളുണ്ട്. ഫാമിലി കുറച്ചുകൂടി വലുതായിട്ട് 1000, 600, 700 സ്ക്വയർ ഫീറ്റ് ഒക്കെ ഇന്നുണ്ട്. അപ്പോൾ ഫാമിലി ടെക്സ്, ഫാമിലി ഫാഷന്, അങ്ങനെയൊക്കെ പല പേരുകളിലൊക്കെ ആയിട്ട്. പക്ഷെ ഞങ്ങൾ അതൊക്കെ ആയെങ്കിലും ഞങ്ങൾ കുറച്ചുകൂടി ഡെവലപ്മെന്റ് നമ്മൾ അങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരുന്നത്.
ആ ആഗ്രഹമാണ് ഞങ്ങൾ കുന്നമംഗലത്ത് അത് ഒരു ഞങ്ങളൊരു ഭയങ്കര ആഗ്രഹം പൂവണിയുന്നത് കുന്നമംഗലത്താണ്. അത് ഞങ്ങൾ അവരെന്താണോ ചേർത്ത് പിടിച്ച് അപ്പോൾ ഞങ്ങളും കുറേ ആൾക്കാരെ ചേർത്ത് പിടിച്ച് കുന്നമംഗലത്ത് നമ്മൾ കൂടെ ഉണ്ടായ എല്ലാവരോടും വെച്ചിട്ടാണ് നമ്മൾ കുന്നമംഗലത്ത് ഷോപ്പ് ഓപ്പൺ ചെയ്യുന്നത്. ഫാമിലി വെഡ്ഡിങ് സെൻറ്റർ എന്ന് പറഞ്ഞിട്ട് ഷോപ്പ് തുടങ്ങുന്നത്. അത് ഏകദേശം 5000 സ്ക്വയർ ഫീറ്റ് ആയിരുന്നു. അതെ, അത് 5000 സ്ക്വയർ ഫീറ്റ് വലിയൊരു സംഭവമായിട്ട്. കാരണം 300, 100, 600 സ്ക്വയർ ഫീറ്റ് നിന്നാണ് കുന്നമംഗലത്തേക്ക് എത്തുന്നത്. അതൊരു വെഡ്ഡിങ് സെന്റർ ആയിട്ട് വെഡ്ഡിങ് സെന്റർ ആയിട്ട് കുന്നമംഗലത്ത് എല്ലാവരും അതിൽ ഒരുപാട് ആൾക്കാർ പാർട്ണർമാരായിട്ട് ഞങ്ങളെ ചെറിയ അതിലാണ് ശരിക്കും ഒരു ഫാമിലി എന്നുള്ളൊരു കോൺസെപ്റ്റ് യഥാർത്ഥത്തിൽ കൊണ്ടുവന്നത്. പിന്നെ അവിടുന്ന് നമ്മൾ ഇങ്ങനെയുള്ള യാത്രയിൽ കുറച്ച് സലാം സംസാരിക്കുന്നത്. ഞങ്ങൾ ശരിക്കും താമരശ്ശേരി തുടങ്ങിയതിന് ശേഷം ഒരു 15 വർഷക്കാലം ഞങ്ങൾ ഓരോ സ്ഥലത്തും ഓരോ ഷോപ്പ് മാനേജ് ചെയ്തുകൊണ്ട് പോയതാണ്. താമരശ്ശേരി ഞാൻ, മേപ്പാടി, ബാരി, പിന്നെ നമ്മളെ മുജീബ്, ഞങ്ങൾ ഇവിടെ വന്നിരുന്ന മുജീബിലെ ഡയറക്ടർമാരിൽ ഒരാളാണ് അദ്ദേഹം. KTGൻ്റെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് കൂടെയാണ്. അപ്പോൾ അവർ തിരുവമ്പാടി, പിന്നെ നമുക്ക് അമ്പലവയൽ ഒരു ഷോപ്പുണ്ട്. ഇപ്പോൾ ഞങ്ങളെ പെരിന്തൽമണ്ണ ഷോപ്പിൻ്റെ GM ആണ് ജംഷീർ എന്ന ആൾ. അവർ അമ്പലവയൽ നോക്കി. പേരാവൂർ നമ്മളെ സുബൈർ എന്ന ആൾ ഈ മുജീബിൻ്റെ അനിയനാണ്. അവരിപ്പോൾ ഞങ്ങളെ കണ്ണൂർ ഷോപ്പിൻ്റെ AGM ആണ്. അപ്പോൾ അവരൊക്കെ നോക്കിക്കൊണ്ട് അതൊരു 10 വർഷം ഞങ്ങൾ അങ്ങനെ തന്നെ പോയി. അതിന് ശേഷമാണ് 2012 ഞങ്ങൾ കുന്നമംഗലത്ത് ഈ വെഡ്ഡിങ് സെൻറ്റർ എന്നൊരു സ്ഥാപനം ഞങ്ങൾ കുന്നമംഗലത്ത് ഒരു 5000 സ്ക്വയർ ഫീറ്റിൽ ഞങ്ങൾ ഒരു സ്വപ്നം പോവുകയാണ്. എല്ലാവരും കൂട്ടിച്ചേർത്തുകൊണ്ട് ഈ പറയുന്ന ആൾക്കാരെല്ലാവരും കൂട്ടിച്ചേർത്തുകൊണ്ടാണ് സ്ഥാപനം. ഒന്നിച്ചുള്ളൊരു മുന്നേറ്റം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ശരി കുന്നമംഗലത്ത് നിന്നാണ്. ആ വെഡ്ഡിങ് സെൻറ്റർ കുന്നമംഗലത്ത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞങ്ങളൊരു മാറ്റം ശരിക്കും സംഭവിക്കുന്നത് ആ വെഡ്ഡിങ് സെന്ററോടാണ്. അതെ, കാരണം അത്രയും കാലമുള്ള അത് ഞങ്ങൾ ശരിക്കും സംഭവിക്കുന്നത് കുന്നമംഗലത്താണ്. അത് ഒരു വർഷം കഴിയുമ്പോൾ ഞങ്ങൾ വടകരയിലേക്ക് മാറാണ് 5000 നിന്ന് 20,000 സ്ക്വയർ ഫീറ്റിലേക്ക്. അപ്പോൾ വലിയൊരു മാറ്റമാണ്. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ വടകരയെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ജനങ്ങൾ ഞങ്ങളെ വല്ലാതെ അക്സെപ്റ്റ് ചെയ്ത്, വല്ലാതെ സ്വീകരിച്ച്, അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നമുക്ക് അന്ന് ഞങ്ങളെ അബ്ദുൽ ഖാദർ എന്ന് പറഞ്ഞില്ലേ ഞങ്ങളെ ഫോട്ടോറായിട്ടുള്ള അവരെ മകളെ കല്യാണം കഴിച്ചാൽ സൈബത്ത് എന്നാണ് ആള്, വെളിച്ചെണ്ണ കച്ചവടം നടത്തുന്ന ആളായിരുന്നു. അപ്പോൾ സൈബത്ത് ഞങ്ങളെ കൂടെ കൂടി. അപ്പം ഞങ്ങൾ സൈബത്ത് ഞങ്ങളെ അവിഭാജ്യ ഘടക, ഞങ്ങൾ അവിടുത്തെ എല്ലാമാണ്, ഞങ്ങളെ അവിടുത്തെ GM വടകരൻ്റെ GM ആണ്. അങ്ങനെ ഓരോരുത്തർ വന്ന് പിന്നെ മഞ്ചേരിയിൽ ഞങ്ങൾ സ്ഥാപനം തുടങ്ങി. പിന്നെ മഞ്ചേരിയിലെ സ്ഥാപനത്തിൻ്റെ ഇപ്പോൾ GM ഞങ്ങൾ മുമ്പേ ഞങ്ങൾ വർക്ക് ചെയ്ത ആളായിരുന്നു. അയാൾ പിന്നെ ഗൾഫിൽ പോയി തിരിച്ചു വന്ന് പിന്നെ ഞങ്ങളെ കൂടെ കൂടി. പിന്നെ ഞങ്ങൾ തിരൂരിലേക്ക് മാറി. അങ്ങനെ ഓരോരോ സ്ഥലം പിന്നെ ഞങ്ങളെ പേരല്ലേ പെരിന്തൽമണ്ണയിൽ എത്ര ഷോറൂംസ് വെഡ്ഡിംഗ് സെന്റേഴ്സ് മാത്രമേ കണ്ണൂർ ഞങ്ങളെ മലബാരത്തിന് ഏറ്റവും വലിയ ഷോറൂം നിൽക്കാണ് കണ്ണൂരിൽ നമ്മളെ ഏറ്റവും വലിയ ഷോറൂം 2023 ഓപ്പൺ ചെയ്തത്. നല്ല കൊറോണയ്ക്ക് നിൽക്കുന്ന സമയത്ത് കയ്യിൽ തന്നെ ഞങ്ങൾ ഓപ്പൺ ചെയ്തു. 2000 അധികം സ്റ്റാഫും എല്ലാം മൊത്തത്തിൽ. കുന്നമംഗലത്ത് നമ്മൾ ഈ 5000 സ്ക്വയർ ഫീറ്റ് ഇന്ന് പിന്നീട് അത് 30,000 അതിന് അപ്ഡേറ്റ് ചെയ്തു നമ്മള്. അതാണ് കൊറോണ സമയത്ത് വെർച്വൽ ആയിട്ടുള്ള പണക്കാട് വെർച്വൽ ഇനോഗ്രേഷൻ ഉണ്ടായിരുന്നു. അതെ അതെ അതെ. അപ്പൊ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കൂട്ടായ്മ, നമ്മൾ എപ്പോഴും പറയും സ്റ്റാഫുകളാണ് നമ്മുടെ ശക്തി എന്ന് പറയാറുണ്ട്. പല ഓണ്ടർപ്രണേഴ്സും പറഞ്ഞിട്ടുള്ളതാണ് സ്റ്റാഫുകളാണ് നമ്മുടെ ശക്തി. പക്ഷെ സ്റ്റാഫുകളെ തന്നെ അവരെ ഓണർമാരായി മാറുന്നതാണ് അതിനേക്കാൾ ശക്തി ഉണ്ടാകുക. അതിനേക്കാൾ ശക്തി ഉണ്ടാവും അല്ലെ. നമ്മളൊരു വിശാല മനസ്സ് അവിടെ വേണ്ടതുണ്ട്. നമ്മളൊരു ഷോപ്പ് തുടങ്ങുന്ന സമയത്ത് എനിക്ക് എത്ര പാർട്ണർഷിപ്പ് കിട്ടും എന്നല്ല ഞാൻ ചിന്തിക്കല്. നമ്മളെ കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് ഇത്ര പാർട്ണർഷിപ്പ് കൊടുക്കാൻ പറ്റുമെന്നാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. അപ്പോൾ ഞാനൊരു ചെറിയ ഷോപ്പ് നമ്മൾ വലിയൊരു ഷോപ്പ് തുടങ്ങുന്ന സമയത്ത് ചിലപ്പോൾ എനിക്ക് 5% ഒരു 7% ഒക്കെ ഉണ്ടാകാം. ബാക്കി 93% അല്ലെങ്കിൽ 90% നമ്മളെ കൂടെ നിൽക്കുന്ന ആൾക്കാർ 1%, 2% ഒക്കെ എടുത്തോലായിരിക്കും. ഇപ്പോൾ നമുക്കറിയാം നമ്മളൊരു പിന്നെ പയ്യന്മാർ ഇപ്പം സ്റ്റാഫായി നിൽക്കുന്ന സമയത്ത് 20,000 ഒരു 25,000 ശമ്പളമൊക്കെ ഉണ്ടാകാം. 20,000 മാക്സിമം ഉണ്ടാകും. 20,000 രൂപ ശമ്പളം കൊടുക്കുന്ന ഒരാൾക്ക് ഒരു ഫാമിലി വെഡ്ഡിങ് സെൻറ്ററിൻ്റെ ഒരു പാർട്ണർഷിപ്പിലേക്ക് ആ പാർട്ണർഷിപ്പ് ഡീഡിൽ അവൻ്റെ പേര് വരണമെങ്കിൽ മിനിമം ഒരു പൈസ ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ ഞങ്ങൾ കൂടെയുള്ള ആൾക്കാർ ചിലപ്പം പറമ്പ് പണയം വെച്ചതായിരിക്കും, അതല്ലെങ്കിൽ വീട്ടിലുള്ള പൊന്നുകളൊക്കെ പണയം വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ ഇതിൽ കൂട്ടിയിട്ടുണ്ടാകാം. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓരോ പണവും മൂല്യമുള്ള പണമായിരിക്കും. അവൻ്റെ കൂടി ഒരു വേർപ്പിൻ്റെ ഇതായിരിക്കുമല്ലോ. തീർച്ചയായിട്ടും. അപ്പൊ ഞങ്ങൾ അത് ഓരോ സെക്കൻഡിലും ഞങ്ങൾ അത് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളെ കൂടെയുള്ള ആൾക്കാരുടെ ആ വാല്യൂ ഉള്ള എല്ലാവരും വാല്യൂ ആണ്, വാല്യൂ ഉള്ള സംഭവമാണ് നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ. നമ്മളെ വല്ലാത്തൊരു കമ്മിറ്റ്മെന്റ് ആണ്.
എന്നിട്ടും പാർട്ണർഷിപ്പിലേക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന കുട്ടികളെ പാർട്ണർഷിപ്പിലേക്ക് വരാൻ കഴിയില്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും, പ്രത്യേകമായിട്ട് കുറേ സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട്. നമ്മളെ ഷോപ്പിൽ ബെഡ്ഷീറ്റിന് ഗ്രാൻഡ് ഹോം എന്ന് പറഞ്ഞിട്ട് ബെഡ്ഷീറ്റിന് കൗണ്ടറുണ്ട്. ഈ കൗണ്ടറൊക്കെ നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്ന, അതിൽ പെൺകുട്ടികളുണ്ട് ആൺകുട്ടികളൊക്കെ ഉണ്ട്, എല്ലാവർക്കും 10% വെച്ചിട്ട് 10 ആൾക്ക് കൊടുക്കും. അപ്പോൾ അതിൻ്റെ ഇൻറ്റീരിയലൊക്കെ നമ്മൾ ചെയ്തിട്ട് ആ സാധനം വാങ്ങാനുള്ള പൈസ മാത്രമായിരിക്കും അവർക്ക് മുടക്കുണ്ടാകുക. അപ്പോൾ ചെറിയൊരു എമൗണ്ടോടെ ഒരു ഏരിയ അവർക്ക് കിട്ടും. അപ്പോൾ അതിൻ്റെ എത്രയാണോ പ്രോഫിറ്റ് വരുന്നത് ഓരോ വർഷവും ആ കുട്ടികൾക്ക് മാത്രം കൊടുക്കും. എല്ലാവരും മുതലാളിമാരാക്കിയേ നമ്മൾ അടങ്ങും. ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഞങ്ങൾക്ക് കുട്ടികളെ മാത്രം ഒരു കിഡ്സ് വെയർ, ഒരു ഏസ് എന്ന് പറഞ്ഞിട്ട് ഒരു കിഡ്സ് വെയർ ആയിട്ട് ഞങ്ങൾ ഓൺ പ്രൊഡക്ഷൻ ആയിട്ട് ഞങ്ങൾ തിരുപ്പൂരിൽ നിന്ന് പ്രൊഡക്റ്റ് ചെയ്ത് വരുന്നുണ്ട്. ഞങ്ങളെല്ലാ കൗണ്ടറിലും ഉണ്ട്. പക്ഷേ ഞങ്ങൾ ഏറ്റവും അവസാനമായിട്ട് തിരൂർ ഷോപ്പ് ഒന്നുകൂടി ഡെവലപ്മെൻറ്റ് ചെയ്തിരുന്നു, 25,000 സ്ക്വയർ ഫീറ്റ് കൂട്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഷോറൂം ഞങ്ങൾ എന്ത് ചെയ്ത് അവിടെയുള്ള 5 കുട്ടികൾക്ക് എന്ത് ചെയ്ത് അതിൻ്റെ ഒരു അത് കൊടുത്ത് ചെറിയ പൈസ ഉണ്ട്. അപ്പോൾ അവിടെ ഒരു മിഥുൻ എന്ന് പറഞ്ഞ മിഥുൻ രാജൻ്റെ ഓനാണ് അത് നോക്കുന്നത്. അപ്പോൾ ഓനെ അതിൻ്റെ ഹെഡാക്കിയിട്ട്, അപ്പോൾ ഇതൊക്കെ നമ്മളെ കൂടെ നിൽക്കുന്ന ആൾക്കാർ നമ്മൾ എത്ര ശമ്പളം കൂട്ടിയാലും അവർക്ക് നാളെ വേറെ എന്തെങ്കിലും ഭാവി ചിന്തിക്കേണ്ടിയുണ്ടാവും. ഞങ്ങളെ സംബന്ധിച്ച് നമ്മളെ കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് പിന്നെ ഭാവി ചിന്തിക്കേണ്ടിയില്ല. അവർക്ക് ഒരു സോണിൽ എത്തിയിട്ടുണ്ടാവും. കാരണം പിന്നെ ഒരു ഗൾഫിനെ പറ്റി അവർ ചിന്തിക്കേണ്ടിയില്ല. അപ്പം പിന്നെ അവർ ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനം. ഞങ്ങൾ എപ്പോഴും പറയല് റിലേ ഓട്ടം മാതിരിയാണ്. നമ്മൾ കമ്പ് അടുത്ത ആൾക്ക് കൊടുക്കുന്ന ഓട്ടത്തിന് സ്പീഡ് കിട്ടും. ഞങ്ങൾ മാത്രമാണെങ്കിൽ ഞങ്ങൾ ഓട്ടത്തിന് സ്പീഡ് കുറയും. കാരണം നമ്മളെ സെലക്ഷന്, നമ്മളെ കാഴ്ചപ്പാടുകളൊക്കെ മാറും. ഇപ്പം ഞങ്ങൾക്ക് 25-20-25 വയസ്സുള്ള കുട്ടികളാണ് ഫുള്ള് പർച്ചേസിൽ നേതൃത്വം കൊടുക്കുന്നത്. അവരൊക്കെ പാർട്ണർമാരെ. ഞങ്ങൾക്ക് ഒരു ടെൻഷനില്ല, എവിടെയും പോണ്ടിയില്ല. ഏതെങ്കിലും സ്ഥലത്ത് കമ്മീഷൻ വാങ്ങിപ്പോയിന്നോ അല്ലെങ്കിൽ പല രീതിയിലുള്ള കബളിപ്പിക്കപ്പെടുന്ന സംഭവങ്ങളുണ്ട് ഈ ബിസിനസ്സിൽ. വല്ലാത്തൊരു ഇതാണ്. കുറെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ നടത്തിയ ആളുകൾ നഷ്ടത്തിൽ പോകുമ്പോൾ പറയാറുണ്ട് പർച്ചേസാണ്. ഇപ്പൊ സലാമാണ് പർച്ചേസിന്റെ ഏറ്റവും നേതൃത്വം കൊടുക്കുന്ന ഒരാൾ. അപ്പോൾ അവരെ കീഴിൽ ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ ഫ്ലൈറ്റിലൊക്കെ പോകുന്നവർ 10-12 ആൾക്കാരുണ്ട്. ഓരോ ഷോപ്പിന്റെ ഓരോ ഏരിയക്ക് പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർക്ക്. അപ്പോൾ യുവാക്കളെ ഒരു നിര തന്നെ ഞങ്ങളെ ബാക്കിലുള്ളത് കൊണ്ട് റിലേ ഓട്ടത്തിൽ ഞങ്ങൾ ഇങ്ങനെ ഇനിയും ബാക്കിൽ ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്നു 2000 ആൾക്കാരുണ്ട്. ഞങ്ങൾ സ്റ്റാഫിന്റെ പോലെ ഞങ്ങളും സ്റ്റാഫായി വന്നതുകൊണ്ട് ഓരോ സ്റ്റാഫിന്റെയും പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ പ്രവർത്തിക്കൽ. ഓരോ ആൾക്കാരുടെയും കഴിവിന്റെ പരമാവധി കൂടുതൽ ആളെത്തുന്ന സമയത്ത് ഒരു മേഖലയാണ്, അതൊരു കടലാണ്. അപ്പം നമുക്കൊരു പരിമിതികളൊക്കെ ഉണ്ടാവും. എന്നാലും പരമാവധി ചേർത്ത് പിടിപ്പിക്കാൻ ഞങ്ങൾ നോക്കുന്നുണ്ട്. ചേർത്ത് പിടിക്കുക എന്നുള്ളത് ഞങ്ങൾ തുടക്കം മുതലേ ഞങ്ങളെ നേതൃത്വം കൊടുത്ത ആൾക്കാർ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഈ സീറ്റിൽ ഇരിക്കുന്നത്. തീർച്ചയായിട്ടും മുമ്പിൽ ഇന്റർവ്യൂ നിൽക്കുന്നത്. അല്ലെങ്കിൽ ഞങ്ങൾ വെറുതെ ഒരു സെയിൽസ്മാൻ ആയിട്ട് മാത്രം നിലനിൽക്കുള്ളൂ. ഞാൻ പല ആൾക്കാരെയും ശ്രദ്ധിക്കലുണ്ട്. ഇന്റർവ്യൂവിന് വരുന്ന സമയത്തൊക്കെ 10-15 കൊല്ലമൊക്കെ ഓരോ ഷോപ്പിൽ നിന്നിട്ട് ഷർട്ട് മുറിച്ച് കൊടുക്കുന്നത് മാത്രം പഠിച്ച ആൾക്കാർ അതിനങ്ങോട്ടൊന്നും ചിന്തിച്ചിട്ടില്ല. അവർക്ക് വളരാൻ അവസരം കൊടുത്തിട്ടില്ല. നമ്മളതല്ല, നമ്മൾ വളരാൻ അവസരം കൊടുക്കുന്നുണ്ട്. അതിന് മാനേജിങ് ഡയറക്ടർമാരാക്കും, പിന്നെ അതിൻ്റെ പർച്ചേസ് ഡയറക്ടർമാരാക്കും. അങ്ങനെ ഒരുപാട് മേഖലകൾ തിരിച്ച് ജെൻസ് വേറെ ടീമുണ്ടാവും, കിഡ്സ് വെയർ വേറെ ടീമുണ്ടാവും, ചുരിദാർ വേറെ ഉണ്ടാവും. സാരിക്കായി ഞങ്ങൾക്ക് വലിയൊരു വിങ്ങനുണ്ട്. അത് സ്വന്തമായിട്ട് തറികളുണ്ട്. അതിന് സ്വന്തമായി ഡിസൈൻ ചെയ്യുന്ന പിന്നെ സംഭവം ജയ്പൂരിലൊക്കെ ഡിസൈൻ ചെയ്തിട്ട് ടോപ്പും ചുരിദാറൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ഇതൊക്കെ ഞങ്ങൾക്ക് നടക്കുന്നത് ഞങ്ങളെ ഈ ഒരു പിൻബല, ഇവരുടെ ധൈര്യം. അതോടൊപ്പം തന്നെ ഈ ചേർത്ത് പിടിച്ച അവരുടെ ഒക്കെ ഫാമിലിയുടെ ഒരു ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥന, അത് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഭവമാണ്. കാരണം എൻ്റെ മോന് ചെറിയ ശമ്പളത്തിന് പോയി, ഇന്ന് ഓൻ അതിൻ്റെ ഒരു പാർട്ണറാണ്. ഓൻ്റെ ജീവിത നിലവാരം മാറി, ഓൻ്റെ വീട്ടിലെ നിലവാരങ്ങൾ മാറി. അപ്പോൾ ഓൻ്റെ വീട്ടിലുള്ള പ്രായമുള്ള ആൾക്കാരൊക്കെ അവരുടെ ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥന. ഇന്നലെ ഒരു ഹജ്ജിന്റെ യാത്രയപ്പോൾ ഒരു പയ്യൻ പറഞ്ഞ്, ഒരു പ്ലാസ്റ്റിക് കെട്ടിയ ഒരു വീട്ടിൽ നിന്നാണ് ഞാൻ വന്നത്. ഞാൻ ഇന്ന് പെരിന്തൽമണ്ണയിലെ GM ആണ്, ഞാൻ ഈ പ്രാവശ്യം ഹജ്ജിന് പോവുകയാണെന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഓരോ ആൾക്കാരുടെയും വീടും കാര്യങ്ങളൊക്കെ ഡെവലപ്മെന്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വല്ലാത്തൊരു, അതാണ് ഞങ്ങളെ ഒരു മെയിനായിട്ടുള്ള ഞങ്ങളെ വിജയം. തീർച്ചയായിട്ടും അത് എടുത്തു പറയണം. ഇപ്പൊ ഞാൻ അവർ രണ്ടുപേരുടെ പേര് ഇമ്പിച്ചിക്കയും കാദർക്കയും കുറിച്ച് തന്നെ പറയണം. കാരണം നമ്മളെ ഒരാൾ വളർത്തുന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ പിന്നീടുള്ള ലോകത്തെ നമ്മൾ എങ്ങനെയാണ് നമ്മൾ അവരോട് പെരുമാറുന്നതെന്നൊക്കെ ഉള്ളത്. അപ്പം സലാമൊക്കെ എങ്ങനെയാണ്? കാരണം തുടങ്ങുന്ന സമയത്ത് വരുമ്പം അവിടെ ഒരു സെയിൽസ് ആയിട്ട് വരുന്നു, സെയിൽസ്മാൻ ആയിട്ട് വരുന്നു. ആ സമയത്ത് നമുക്ക് കിട്ടുന്ന പെട്ടെന്ന്, നമ്മൾ എപ്പോഴും പറയും, നമ്മളെ കയ്യിൽ പെട്ടെന്ന് ഒരു വലിയൊരു പദവി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അതിന് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റണം എന്നില്ല. പക്ഷെ നിങ്ങൾ എങ്ങനെയാണ്
എങ്ങനെയാണ് ഒരു സെയിൽസ്മാനിൽ നിന്ന് പെട്ടെന്ന് നിങ്ങളൊക്കെ പാർട്ട്നേഴ്സ് ആവാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സ്വപ്നങ്ങൾ ഉണ്ട് അതിനകത്ത്, എങ്ങനെയാണ് ആ ഒരു ഡെലിവറി? ഞാൻ PhD ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അന്ന് നാട്ടിൽ നിന്നാൽ പാസ്പോർട്ട് എടുക്കുക ഗൾഫിൽ പോകുക എന്നുള്ളൊരു ചിന്താഗതിയാണ്. അപ്പോൾ എൻ്റെ സുഹൃത്തായ ഭാര്യ പറഞ്ഞ നമ്മളിങ്ങനെ കൽപ്പറ്റ വെച്ചതുണ്ട്, നമ്മൾ പോകാമെന്ന്. അങ്ങനെ ഞാൻ കൽപ്പറ്റ എത്തുന്നത്. കൽപ്പറ്റ എത്തിയപ്പോൾ എൻ്റെ പിന്നെ ഗൾഫ് ചിന്തൊക്കെ അവസാനിച്ചു. കാരണം ഇത് നമ്മളെ സ്ഥാപനം എന്നുള്ളതാണ്. ഞങ്ങൾ സെയിൽസ്മാൻമാരാണ്, എങ്കിലും പല ആൾക്കാരും നമ്മളെ കൊടുവിളിക്കാര സ്ഥാപനം എന്നുള്ള കാഴ്ചപ്പാട് ഏൽപ്പിക്കുക സ്ഥാപനം. അത്രയും നമ്മൾ ആത്മാർത്ഥതയോടെ വർക്ക് ചെയ്തു. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾക്കതില്ല. പിന്നെ അവർ ഞങ്ങളെ കണ്ടത് ഒരു സ്വന്തം മക്കളെ പോലെയാണ് കണ്ടത്. അവർ നമ്മളൊരിക്കലും സ്റ്റാഫായിട്ട് കണ്ടില്ല, ഞങ്ങളെ മക്കളെ പോലെയാണ് കണ്ടത്. ഇന്നും ഞങ്ങൾ അങ്ങനെ തന്നെയാണ് ജീവിച്ചു പോകുന്നതും. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് കുറേ ഈ ഫാമിലിയോട് കിട്ടിയെന്നാൽ വലിയൊരു കുടുംബത്തെ കിട്ടി. ഞങ്ങളെ പേര് അനർത്ഥമാക്കുന്ന രൂപത്തിൽ ഫാമിലി തന്നെ വലിയൊരു ഞങ്ങളൊരു കുടുംബം. ഇത് ഞങ്ങളുടെ കുടുംബത്തേക്കാണ് വലിയൊരു കുടുംബം ഞങ്ങളെ ഈ ബിസിനസ് കുടുംബം. ശരിയാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് ആൾക്കാർ. ഇപ്പം ഞങ്ങളിപ്പോൾ സാരിൻ്റെ പർച്ചേസ് രംഗത്ത് നേരത്തെ കൊടുക്കുന്ന നിഷാദ് പിന്നെ ഞങ്ങൾ സ്കൂൾ പഠിച്ച പിന്നെ അന്നേ വന്ന ഞങ്ങളുടെ കൂട്ടത്തിൽ സ്കൂളിൽ ഒരു കാലം മേപ്പാടിയിൽ സ്കൂളിൽ കുറച്ച് ഉണ്ടായിരുന്നു. പിന്നെ അത് സ്കൂൾ കഴിയാൻ ഞങ്ങളെ കൂടെ കൂടി ഇന്ന് ഞങ്ങളെ സാരിൻ്റെ വിങ്ങിനെ ഫുൾ നേതൃത്വം കൊടുക്കുന്നത് നിഷാദാണ്. അപ്പോൾ അങ്ങനെ ഓരോരുത്തരും തന്നെ. ഇതിൽ പേരെടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര പാർട്ട്നേഴ്സ് ഉണ്ട്? അതായത് ജോലി ചെയ്യുന്നവരായിട്ട് എത്ര പാർട്ട്നേഴ്സ്? 56 ആള് ഷോപ്പിൽ തന്നെ വർക്ക് ചെയ്യുന്നത്. അല്ലാത്ത ആൾക്കാരുണ്ട്, കുറച്ച് ആൾക്കാരല്ലാത്തുണ്ട്. ഇതിപ്പോ നമ്മളെപ്പോഴും പറയുന്നത് നമ്മളൊരു വിശ്വാസം നമ്മൾ കൈമാറുക എന്ന് പറയുമ്പോൾ ഇതിൽ ഈക്വാലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളൊരു വേർഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എപ്പോഴും എല്ലായിടത്തും നമ്മൾ പറയുന്നതാണ് അവൻ വലുത് ഇവൻ ചെറുത് എന്നുള്ളൊരു കോൺസെപ്റ്റ്. ഇവിടെ ഏത് പോസ്റ്റിലേക്ക് വന്നാൽ പോലും അവരെ എല്ലാവരെയും നമ്മൾ അതേ സ്ഥാനത്തേക്ക് മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ആത്മാർത്ഥ പ്രവർത്തനം റിസൾട്ട് വരുന്നതാണ് കിട്ടുന്നത്. എങ്ങനെ വിശ്വസിക്കുന്നത്? ഞാൻ ആ ഒരു മീനിങ്, കാരണം ഒരാളെ വരുമ്പം ജാതിയില്ല, മതമില്ല, ബന്ധമില്ല, ഒന്നുമില്ല. നമ്മൾ ഒരാളെ കാണുന്നു, അയാളുടെ കഴിവ്, അയാളുടെ വിശ്വാസം. ഇന്നത്തെ കാലത്ത് നമ്മൾ എപ്പോഴും പറയുന്നതാണ്, നമ്മളിപ്പോൾ ഈ പറയുന്ന പോലെ പണ്ട് നമ്മൾ പറയുന്നു മനസ്സിന്റെ കണ്ണാടിയാണ് മുഖം എന്ന്. ഇപ്പൊ അതല്ല എന്ന് പറയുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. പക്ഷെ ആ ഒരു രീതിയിൽ അവരെ മനസ്സിലാക്കി എങ്ങനെയാണ് കൂടെ നിർത്താൻ? അതെ, ഒരു സെയിൽസിൽ വരുന്ന പയ്യനെ ഓന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സമയം അവന് ഷോപ്പിലാണ് വർക്ക് ചെയ്യുന്നത്. നമ്മളെ കൂടാണ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ ഭക്ഷണം കഴിക്കുന്നിടത്ത് ഉണ്ടാകുന്നുണ്ട്, നമ്മൾ ചിലപ്പോൾ യാത്ര ചെയ്യുന്ന നേരം അവൻ്റെ കൂടെ ഉണ്ടാവും, നമ്മൾ കിടന്നുറങ്ങുന്ന നേരം ചിലപ്പം ഹോസ്റ്റലിൽ കിടന്നുറങ്ങുകയാണെങ്കിൽ ഓനെ അപ്പുറത്തുണ്ടാവും. അങ്ങനെ ഇവർ നമ്മളായിട്ട് ഏകദേശം അടുക്കാൻ കഴിയും. അപ്പോൾ ഇവൻ ഒരു 10 കുട്ടികളിൽ 2 കുട്ടികളെ നമ്മൾ കിട്ടും. ആ ഒരു ആത്മാർത്ഥമായിട്ടുള്ള, എല്ലാവരും ആത്മാർത്ഥം ഉണ്ടാക്കിയുള്ളതില്ല, എന്നാലും ആത്മാർത്ഥം ഉള്ള ആൾക്കാർക്ക് ചിലപ്പം ഓലൊരു സാഹചര്യങ്ങൾ ചിലപ്പോൾ ഇതിലെത്തി ഉണ്ടാവില്ല. അതിനാച്ച ഞാൻ ബാക്കിയുള്ള ആൾക്കാർക്ക് ആത്മാർത്ഥം അല്ല എന്നല്ല പറയുന്നത്. അപ്പോൾ ഏതായാലും ഞങ്ങൾ ഇത്രയും ആൾക്കാർ വന്നതിന് ശേഷം ഇന്നേ ദിവസം വരെ ഒരാൾ പോലും ഞങ്ങളിൽ നിന്നുണ്ടായിട്ടില്ല ഈ ഒരു പാർട്ണർഷിപ്പ് ഒന്ന് പോണ്ടി വന്നിട്ടില്ല, അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഉണ്ടല്ലോ. നമ്മളോട് പല ആൾക്കാർ ചോദിക്കും, ഇത്രയും പാർട്ണർമാരൊക്കെ ആയിട്ട് നിങ്ങൾ എങ്ങനെയാണ് ഇത് മുമ്പോട്ട് പോകുന്നത് എന്ന് ചോദിക്കും, എങ്ങനെയാണ് പോകുന്നത് ചോദിക്കും. നമുക്ക് യാതൊരു പ്രയാസവും ഉണ്ടാകുന്നില്ല. കാരണം ഇവരൊക്കെ നമ്മളെ കൂടെ ഒന്നിച്ചുള്ളൊരു യാത്രയിലുള്ള ആൾക്കാരാണ്. മഞ്ചേരിയിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫായിട്ടുള്ള വർക്ക് ചെയ്ത് വന്ന ഒരാൾ പാർട്ണർഷിപ്പിൽ വന്നാൽ ഓന് കണ്ണൂർ പിന്നെ വർക്ക് ചെയ്യുന്ന ഷോപ്പിന്റെ ഫായ്ദയോട് ഓന് മഞ്ചേരിയിൽ കിട്ടും. അപ്പോൾ ഓനൊന്നും കൂടി ആത്മാർത്ഥത കൂടി. അപ്പം പിന്നെ നമ്മളിപ്പോ അടുത്ത ഷോപ്പ് തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഒരു ഓപ്പറേഷൻ വിങ് ഉണ്ട്. മാനേജ്മെന്റ് കഴിഞ്ഞാൽ പിന്നെ ഒരു ഓപ്പറേഷൻ വിങ് ഉണ്ടാവും. ഈ ഓപ്പറേഷൻ വിങ്ങിൽ നമ്മൾ കുറെ കുട്ടികളെ എടുക്കും. അതിൽ നിന്നാണ് പിന്നെ അടുത്ത മാനേജ്മെന്റിൽ ആരൊക്കെ വരാൻ പറ്റുമെന്നുള്ളത് നമ്മൾ അടുത്തൊരു ഷോപ്പ് നമ്മൾ തുടങ്ങുന്ന സമയത്ത് അവരോട് ചോദിക്കും, നിങ്ങൾക്ക് താല്പര്യമുണ്ടോ കൂടാൻ? ചില ആൾക്കാർക്ക് താല്പര്യം ഉണ്ടാവും, കുറച്ച് ആൾക്കാർക്ക് താല്പര്യം ഉണ്ടാവില്ല, എല്ലാവരും താല്പര്യം. അങ്ങനെ താല്പര്യമുള്ള ആൾക്കാരെ കൂട്ടിയിട്ട് പിന്നെ എന്ത് ചെയ്യും, അടുത്തൊരു സംഭവം ഒരു മാനേജറും ഒരു സിസ്റ്റം ഒക്കെ വെച്ചിട്ട് തുടങ്ങും. അതുകൊണ്ട് ഈ സിസ്റ്റം ഇതുവരെ ഒന്നും എവിടെയും ഒരു ബ്രേക്ക് ചെയ്യേണ്ടതോ. ഫാമിലി വെഡിങ് സെന്റർ എന്ന് പറയുമ്പോൾ അതിനകത്ത് ആദ്യൊരു ഫാമിലി രൂപപ്പെട്ടതിന് ശേഷമാണ് പുറത്തെ ഫാമിലിയിലേക്ക് ശരിക്കും നമ്മൾ തൊടുന്നത്, അല്ലെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്ന ഫാമിലിയിലോട്ട് എത്തുന്നത്. ഇതില് നമ്മൾ പറഞ്ഞു ഗൾഫിൽ പോവുക എന്നുള്ളൊരു ചിന്തയിലാണ് വരുന്നത്. ഗൾഫിൽ പോവാന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളൊരു ഇൻഡിവിജ്വൽ ആണ്. അവിടെ നിന്നൊരു കൂട്ടായ്മയിലേക്കായിരുന്നു പിന്നീടുള്ള എൻട്രി. എന്താണ് കൂട്ടായ്മയുടെ ഇക്കയുടെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുമല്ലോ കൂട്ടായ്മയിലോട്ട് വരുമ്പോൾ? സന്തോഷം ശക്തി വല്ലാതെയാണ്, അത് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് ഓരോ നിമിഷവും. നമ്മൾ ഈ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഞങ്ങൾ ഇന്ന് വയനാട്ടിൽ വരുന്നത് ഞങ്ങൾ ഇപ്പോൾ 5 കൂട്ടുകാർ, ഞങ്ങളെ ഓരോ സ്ഥലത്തുള്ള ജീവന്മാരും ഒരു റിസോർട്ടിൽ റൂം എടുത്ത് അവിടെ എൻജോയ് ചെയ്തതിന് ശരിയാ. ഒന്നും എൻ്റെ കുടുംബമല്ല, ഒക്കെ എൻ്റെ പറഞ്ഞേ വടകര നമ്മൾ ജീവമാണ്, പിന്നെ തിരൂരുള്ള അങ്ങനത്തെ ഓരോ സ്ഥലത്തുള്ള ആൾക്കാരാണ്. അത്രയും ഞങ്ങളുടെ ബന്ധങ്ങൾ അത്രയായി. നമ്മൾ ഒരു ദിവസം പോലും നമുക്ക് പരസ്പരം വിളിക്കാണ്ടിരിക്കാൻ പറ്റില്ല. അവരെ ഒന്നുമല്ല, പല ആവശ്യത്തിന് വിളിക്കും. അങ്ങനെ വളരെ സന്തോഷമായിട്ടാണ് ഞങ്ങൾക്ക് ഈ കൂട്ടായ്മ കൂടുന്നത്.
ഈ ഒരു വിശ്വാസമാണിത്. വിശ്വാസം കൂട്ടായ്മയുടെ വിജയമാണ് ശരിക്കും ഫാമിലിന്റെ വിജയം. ശരിക്കും അന്ന് നമ്മൾ 100 സ്ക്വയർ ഫീറ്റിൽ നിന്ന് ഇപ്പം ഇത്രയും വലിയ രീതിയിൽ ഈവൻ നമ്മൾ പറഞ്ഞ പോലെ ഓൺലൈനായിട്ട് വെർച്വലായിട്ട് ഇനോഗ്രേഷൻ വരെ നടത്തി ടെക്നോളജിയുടെ എല്ലാ തരത്തിലും നമ്മൾ ഉപയോഗിക്കുന്നു. ഒരുപാട് മാറ്റങ്ങൾ വന്നു. അന്ന് സ്വപ്നം കണ്ടിരുന്ന ആ ഒരു ലെവലിലൂടെ തന്നെയാണോ പോകുന്നത്, അല്ലെങ്കിൽ ഡിസിഷൻസ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ഒരുപാട് ആൾക്കാരുടെ പ്രാർത്ഥനന്റെ ഒരു ഫലമായിട്ട് ഈ കൂട്ടായ്മ എന്നും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വലിയ ശക്തി ഉണ്ട്. ആ ശക്തിയാണ് ഇത് ഇത്രയും രീതിയിൽ ഇതിനെ വളർത്തിയത്. അതിൽ വളരെ ആത്മാർത്ഥമായിട്ട് നമ്മൾ എന്താണ് ഒരു അണുമണി തൂക്കവും പിന്നെ ഒരു അന്യൻ്റെ മുതൽ നമ്മളെ കയ്യിൽ എത്തരുതെന്നുള്ള ഉറച്ച വിശ്വാസത്തോടും ഞങ്ങൾക്കുണ്ട്. തീരുമാനം കൂടി ഉണ്ട്. ആ തീരുമാനമുണ്ട്. കാരണം ഞങ്ങളെ പഠിപ്പിച്ചത് 1 മീറ്റർ തുണി അളക്കുന്ന സമയത്ത് 1-2 എന്നെങ്കിലാവണം, 1 മീറ്റർ ആവാൻ പാടില്ല എന്നാണ് ഈ വിജയം കാതർക്കയും പഠിപ്പിച്ചത്. അപ്പോൾ അതാണ് ഞങ്ങൾ ഇന്നും വെച്ചാൽ അമിതമായിട്ട് ലാഭം ഉണ്ടാക്കലല്ല, കൊടുക്കൽ വാങ്ങലല്ല, ബന്ധങ്ങൾ സ്ഥാപിച്ചുകൊണ്ടുള്ള കച്ചവടം നിലനിർത്തണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുക. ഞങ്ങൾ അതാണ് കുട്ടികൾ കൊടുക്കുന്ന നിർദ്ദേശം. ഞാൻ നിങ്ങൾക്കൊരു സാധനം വിറ്റ് അതിൻ്റെ ലാഭയ്ക്ക് കിട്ടുക എന്നുള്ളതല്ല ഞങ്ങളെ ക്യാപ്ഷൻ തന്നെ എൻ്റെ ഇഷ്ടങ്ങൾ എൻ്റെ ഫാമിലിക്ക് അറിയാമെന്നാണ്. അപ്പോൾ നഷ്ടം സഹിച്ചാലും ഇഷ്ടം കൊടുക്കണമെന്ന് ഞങ്ങളെ സ്റ്റാഫ് ഞങ്ങൾ പറയല്ല, ഞങ്ങളെ മെമ്പേഴ്സിനെ, ഫാമിലി മെമ്പേഴ്സിനെ ഞങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് നഷ്ടം സഹിച്ചാലും ഇഷ്ടം കൊടുക്കണമെന്നാണ്. ഒരു സംഭവം നമ്മളെ മുമ്പിൽ നഷ്ടം സംഭവിച്ചാലും നമുക്ക് അവിടെ ഇഷ്ടത്തോടു കൂടി അവരെ വിടാൻ വേണ്ടിയിട്ട് ഇതാക്കണം. അപ്പം ലാഭം ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒരാൾ വളരുക അല്ല, ഒരു കൂട്ടായ വളർച്ചയിൽ എല്ലാവരും വളരുന്ന സമയത്ത് ഒരു സൗന്ദര്യം, വല്ലാത്തൊരു സൗന്ദര്യമുണ്ട്. അത് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. ഓരോ ആൾക്കാരും ഞങ്ങളെ GM ആയിട്ടും ഞങ്ങളെ പാർട്ണർഷിപ്പുള്ള ആൾക്കാർ വണ്ടികൾ എടുക്കുക, വീടുണ്ടാക്കുക, അല്ലെ യാത്ര ചെയ്യുക, അതൊക്കെ ഞങ്ങളിങ്ങനെ അതിൻ്റെ ഒരു ആനന്ദത്തിലപ്പോ ശരിക്കും പറയുകയാണെങ്കിൽ അതെ ആ ഒരു മധുരത്തിലാണ് ഞങ്ങൾ. അപ്പൊ ഇനിയും ഇതിനെ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ഇത് വളരണം എന്ന് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് അതിൻ്റെ ഒരു യാത്രയിലാണ് ഞങ്ങൾ. തീർച്ചയായിട്ടും ഞങ്ങളൊരു യാത്രയിൽ ഇങ്ങനെ അധികം പുതിയ ടൗണുകൾ തേടി പിടിച്ചുകൊണ്ട് ഇനിയും ഒരുപാട് ആൾക്കാർക്ക് ഈ വൃക്ഷം ഇങ്ങനെ ഒന്നായിട്ട് വളർന്നിട്ട് ഒരുപാട് ആൾക്കാർക്ക് ഇതിൻ്റെ തണലേകാൻ കഴിയണം. അതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതൊരു വലിയൊരു സെറ്റായിട്ട് ഞങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടാവണം തീർച്ചയായിട്ടും. ഇതില് എനിക്ക് കൗതുകം എന്താന്ന് വെച്ചാല് നമ്മൾ ഒരുപാട് ബിസിനസ്സുകാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ ബിസിനസ് നെക്സ്റ്റ് ജനറേഷനിലോട്ട് ആര് കൊണ്ടുപോകും, കാരണം മക്കൾക്ക് അതിന് താല്പര്യമില്ല എന്നൊക്കെ പറയുന്ന ഒരുപാട് ബിസിനസ്സുകാരുണ്ട്. അവിടെ ഒരു മാറ്റമാണ് ഫാമിലി വെഡിങ് സെന്റർ കൊണ്ടുവരുന്നത്. ഞാനല്ല, ഒരു കൂട്ടായ്മയാണ്. ഒരുപാട് മക്കളുണ്ട്. ഫ്യൂച്ചർ നമുക്ക് സലാമിന്റെ മോന് UK-ലാണ് വർക്ക് ചെയ്യുന്നത്. എന്റെ മോനും ഇതിൽ കറക്റ്റായിട്ട് വന്നിട്ടില്ല. പക്ഷെ ഞങ്ങൾക്ക് അതിൽ ടെൻഷനില്ല. കാരണം ഞങ്ങൾ ഈ ദീപശിഖ അങ്ങനെ പോകും, ഒരുപാട് ആൾക്കാരെ കെടാതെ അങ്ങനെ പോകും എന്നുള്ള ഒരു ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. കാരണം ഞങ്ങൾ വളർത്തിയെടുത്ത അത്രയും നല്ല സെറ്റപ്പായിട്ടുള്ള ടീമിനാണ് നമ്മളുള്ളത്. അവരൊക്കെ നമ്മളല്ലേ ഒരു വീട്ടിൽക്കോ ഒരു കേന്ദ്രത്തിൽക്കോ ഒരു ബിന്ദുവിൽക്കോ അല്ല ഇതിന്റെ ബെനിഫിറ്റ് ഒക്കെ. ഈ വെഡിങ് സെന്റർ ഉണ്ടായിട്ടും ഞങ്ങളാരും അങ്ങനത്തെ ഒരു ബിന്ദുവിൽക്കല്ല ഇതിന്റെ ഇത് വരുന്നത്. ഇത് ഒരുപാട് ആൾക്കാർക്ക് ഷെയർ ചെയ്യുന്നതോ അതിലൊരാളായിട്ട് ഞങ്ങളും മാറുന്നു. നീയും തുല്യൻ ഞാനും തുല്യൻ അല്ലേ, നമ്മളെല്ലാവരും ഒന്നാണ് എന്നുള്ള ഒരു ഇത് എല്ലാവർക്കും ഇതിന്റെ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ആരും തന്നെ ഇല്ല ആത്മാർത്ഥത കുറയുന്നില്ല. അവിടെ വേറെ ഇഷ്യൂസ് ഇല്ല. അത് കാരണം അവരും വളരുന്നത്, നമ്മൾ മാത്രം വളരുകയാണെങ്കിലാണ് അസൂയൊക്കെ ഉണ്ടാവുക. നമ്മൾ വളരുന്ന കൂട്ടത്തിൽ തന്നെ അവരും വളരുകയാണ്. അപ്പൊ നമുക്ക് കിട്ടുന്നതിന്റെ ആത്മാർത്ഥത അത് ഞങ്ങൾക്ക് വ്യക്തമായി. ഞാൻ എല്ലാവരുടെ ചോദിക്കാറുണ്ട്, സ്റ്റാഫ് മാനേജ്മെന്റ് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യാറ്. ഞാൻ ആ ചോദ്യം നിങ്ങളടുത്ത് ചോദിക്കേണ്ട ആവശ്യമില്ല, പക്ഷേ പാർട്ട്നേഴ്സ് മാനേജ്മെന്റ് എങ്ങനെയാണ്? കാരണം ഇത്ര അധികം മുതലാളിമാരുണ്ട്. ഞങ്ങള് പിന്നെ പാർട്ട്നേഴ്സിന്റെ കുടുംബസംഗമൊക്കെ വെച്ചാല് ഏകദേശം 250 ആൾക്കാർ ഞങ്ങളെ ഭാഗത്തുണ്ടാവും. ഭാര്യയും കുട്ടികളൊക്കെ ആയിട്ട് അപ്പൊ അത് കാണുന്നേരം ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. ഈ കുടുംബങ്ങൾ ഒന്നിച്ച് ഉള്ള ഈ സംഭവങ്ങളൊക്കെ കാണുന്നേരം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ അവർക്കും ഞങ്ങളെ ചരിത്രങ്ങളൊക്കെ അറിയാം. ഈ കുടുംബത്തിൽ വന്ന എല്ലാ ആൾക്കാർക്കും, നമ്മളെ കൂടെ വന്ന ആൾക്കാർക്കൊക്കെ നമ്മളെ ചരിത്രം അറിയാം. അപ്പോൾ ആ ചരിത്രം അറിയുന്നതുകൊണ്ട് തന്നെ അവർക്ക് ആ വീട്ടിലും അവർക്ക് അതിൻ്റെതായ സംതൃപ്തിയോട് കൂടിയിട്ടാണ് അവർ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇത് മാനേജ് ചെയ്യാൻ വലിയ സർക്കസ് ഒന്നും ഞങ്ങൾ കളിക്കുന്നില്ല. വളരെ ഈസി ആയിട്ടാണ് സംഭവങ്ങൾ നടക്കുന്നത്. ഞങ്ങൾ ഒരു ഷോപ്പിൽ പോയിട്ടില്ലെങ്കിലും എല്ലാ ഷോപ്പിലും അത് വളരെ പവർഫുൾ ആയിട്ടാണ്. ഒരു മത്സരം ഉണ്ടാവും. ഓരോ ഫ്ലോറുകൾ തന്നെ ഓരോ ഓരോ പാർട്ണർമാരാണ് നോക്കുന്നത്. ഓരോ ഷോപ്പിൽ 10 ആൾ പാർട്ണർഷിപ്പിലുള്ളവരാണ് ഓരോ ഷോറൂം നോക്കുന്നത്, ഓരോ ഫ്ലോറും നോക്കുന്നത്. അതിൽ നമ്മളൊരു GM-നെയോ ഒരു AGM-നെയോ ഒക്കെ ആയിട്ട് തിരഞ്ഞെടുത്ത് വെച്ച് കൊടുക്കും. ശരിക്കും പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ആഘോഷങ്ങളൊക്കെ വളരെ കൂടുതലായിരിക്കും. ജാതി മത ഭേദമന്യേ നമ്മൾ പറയില്ലേ, എല്ലാവരും കൂടിയിട്ട് എല്ലാ ആഘോഷങ്ങളും ഉണ്ട്. എങ്ങനെയാണ് ആഘോഷം, ഫാമിലി വെഡിങ് സെന്ററിന്റെ ആഘോഷങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ?
ഫാമിലി വെഡിങ് സെൻ്റർ എന്ന് പറഞ്ഞാൽ ഒരു കോളേജിലേക്ക് പോയ അവസ്ഥയിലേക്ക് ഞങ്ങളുടെ മെമ്പേഴ്സിൻ്റെ സ്റ്റാഫ് എത്തണം എന്നുള്ള അവർ റിലാക്സ് ആയിരിക്കണം, ഹാപ്പിനെസ് കൊടുക്കുക എന്നുള്ളതാണ്. ഞങ്ങൾ കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് ഹാപ്പിനെസ്, സന്തോഷം കൊടുക്കുക എന്നുള്ളതാണത്. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളിപ്പോൾ വീക്കിലി സൺഡേ ഫണ്ടേ എന്നാണ് ഒരു ഇതുണ്ട്. സൺഡേ ഫണ്ടേ കൊച്ചു തമാശയും സ്ഥിതിയും പാട്ടുകളൊക്കെ ആയിട്ട് ഞങ്ങൾ കുറച്ച് സമയം ചെലവഴിക്കും. പിന്നെ ഞങ്ങൾ ഈ 2000 മെയ് മാസം വേൾഡ് ഫാമിലി ഡേ ആണ്. ആ ദിവസം ഞങ്ങൾ എല്ലാ സ്ഥാപനങ്ങളിലും വൈകുന്നേരം മുതൽ ഞങ്ങളെല്ലാ മെമ്പേഴ്സും അവരെ ഫാമിലി ഒന്നിച്ചിട്ട് വലിയൊരു ഫംഗ്ഷൻ നടത്തിയിരുന്നു. അവരെ കലാപരമായിട്ടുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കാനും 2-3 മണിക്കൂർ നേരം നല്ല രീതിയിൽ നല്ല എൻജോയ് ചെയ്ത്, എല്ലാവരും വളരെ എൻജോയ് ചെയ്ത്. ഞങ്ങളെ ഇവരെടുത്ത് ഇത്രയും കഴിവുണ്ടാവും ഞങ്ങളെ അത്ഭുതപ്പെട്ട്. അപ്പൊ അത്രയും രൂപത്തിലുള്ള ആഘോഷങ്ങൾ നടത്തി ഞങ്ങൾ അങ്ങനെ ഒരു ആഘോഷം, ഒരു സെലിബ്രേഷൻ തന്നെ നടത്തി. ഞങ്ങളെ അവിടുത്തെ സ്റ്റാഫാണെന്നുള്ള ഫീല് ഞങ്ങളെ സ്റ്റാഫിനെ സംബന്ധിച്ചോളില്ല. ഞങ്ങൾ അഭിസംബോധന ചെയ്യുന്ന തന്നെ ഞങ്ങളെ മെമ്പേഴ്സ് എന്നുള്ളതാണ്, ഫാമിലി മെമ്പേഴ്സ് എന്നല്ല, ഞങ്ങളൊരു കുടുംബമായിട്ട് തന്നെ ഞങ്ങൾ അവരെ കാണുന്നത്. അപ്പൊ അത്രയും ഞങ്ങളെ ഹാപ്പിനെസ് ആണ് ഞങ്ങൾ അവർക്ക് കൊടുക്കുന്നത്. അവർക്ക് ഹാപ്പിനെസ് ഉണ്ടായാലേ ഞങ്ങൾ കസ്റ്റമർക്ക് ഹാപ്പിനെസ് കൊടുക്കാൻ കഴിയുള്ളൂ. ഞങ്ങൾക്ക് കൊടുക്കേണ്ട കസ്റ്റമർക്ക് എന്താ കൊടുക്കേണ്ടത്? ഹാപ്പിനെസ്, സന്തോഷമാണ് കൊടുക്കേണ്ടത്. അപ്പൊ ഇവർക്കുള്ള സന്തോഷം ഉണ്ടായാലേ അവർക്ക് ഹാപ്പിനെസ് കൊടുക്കാൻ കഴിയുള്ളൂ. അത് ഞങ്ങൾ നല്ലോണം ശ്രദ്ധിക്കുന്നുണ്ട്. അല്ല, ഇതില് കാദർക്കയും ബിംബിച്ചിക്കയും എന്താണ് അന്ന് പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല, കസ്റ്റമേഴ്സ് ഹാൻഡ്ലിംഗ് എന്ന് പറഞ്ഞാൽ ഏതൊരു കച്ചവടത്തിലും കസ്റ്റമറിനെ ഹാൻഡിൽ ചെയ്യാന്ന് പറയുന്നത് അതൊരു സെപ്പറേറ്റ് വിങ് ആണ്. അതിനെ കുറിച്ചിട്ട് എന്താണ് അവര് പറഞ്ഞത്? അത് ബിംബിച്ചിയും കാദർക്കയാണ് ഞങ്ങളെ പറഞ്ഞ പ്രചോദനം ഉണ്ടായിരുന്നത്. ആ തുടക്കത്തിലെ അവർ തന്നെയാണ് കച്ചവടം ചെയ്ത് കാണിച്ചു തന്നതും ഈ ബിംബിച്ചിയൊക്കെയാണ്. ഒരു കസ്റ്റമറോട് എങ്ങനെ പെരുമാറണമെന്ന് കാണിച്ചു തന്നവരാണ്. അപ്പൊ ഞങ്ങളതൊന്ന് അക്ഷരാർത്ഥത്തിൽ ഞങ്ങളത് പകർന്നു കൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ ഫോളോ ചെയ്യുന്നു, നമ്മളത് മറ്റുള്ളവർക്കും പകർന്നു കൊടുക്കുന്നു. കസ്റ്റമർ സർവീസ്, കസ്റ്റമറെ നമ്മൾ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളൊരു കല്യാണ വീട്ടിലേക്ക്, നമ്മളെ വീടുകളിലേക്ക് ആൾ വന്നാൽ എങ്ങനെ സ്വീകരിക്കുക എന്നുള്ളതിൻ്റെ അതേമാതിരി നമ്മളെ കസ്റ്റമറെ നമ്മൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. ഞങ്ങൾ അത് തന്നെ ഞങ്ങൾ ഫോളോ ചെയ്തുകൊണ്ട് ഇരിക്കുന്നുണ്ട്. ഫാമിലി വെഡിങ് സെന്റർ സമൂഹത്തിലേക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരുപാടുണ്ട്, പക്ഷെ എന്നിരുന്നാലും നിങ്ങൾ സൊസൈറ്റിയെ, കാരണം നമ്മൾ എപ്പോഴും ഇങ്ങനെയൊക്കെ ആയിരിക്കണം എന്ന് പറയുന്നിടത്ത് നിങ്ങൾ അങ്ങനെ ആയി തന്നെ വർഷങ്ങളായിട്ട് കൊണ്ടു നടക്കുന്ന ആളുകളാണ്. അപ്പം നിങ്ങളുടെ ഒരു കോൺസെപ്റ്റിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മനസ്സുകൊണ്ട് എന്തായിരിക്കും സൊസൈറ്റിക്ക് വേണ്ടി നിങ്ങൾ സൊസൈറ്റി കൊടുക്കാനുള്ള കൂട്ടായ്മയിൽ വിജയിക്കാൻ നമുക്ക് ഒരു പാറ തന്നെ ഒരാൾ മാത്രം പൊക്കാൻ കഴിയില്ലല്ലോ. ഒന്നിച്ച് എല്ലാവരോടും കൈ കൊടുക്കുകയാണെങ്കിൽ ആർക്കും വേദനിക്കാതെ ആ പാറ മുകളിലോട്ട് പൊക്കാൻ കഴിയും. ഇത് തന്നെയാണ് ഈ കൂട്ടായ്മയും വിശ്വാസവും. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, വിശ്വാസം ഏറ്റവും വലിയ, ഒരാളെയും വഞ്ചിക്കാനോ അല്ലെങ്കിൽ ഒരാളുടെ അപഹരിക്കാനോ ഒന്നും പാടില്ല. അങ്ങനെ ഒരു കൂട്ടായ്മയിൽ കൂടി വളർന്നാൽ ലോകത്ത് ഏത് ലെവലിലുമാണെങ്കിലും ആൾക്കാർക്ക് എത്താൻ കഴിയും. എത്ര ലെവലിലും ഒരാൾക്ക് ഓടുന്നതിനും ഒരാൾക്ക് വളരുന്നതിനും ഒരു പരിധി ഉണ്ട്. അത് പിന്നെ കുറേ ഉദ്യോഗസ്ഥന്മാരൊക്കെ വെച്ചിട്ടുള്ള പരിധികളായിരിക്കും. അവിടെ ഏതെങ്കിലും ഒരു പോയിന്റിൽ വീക്ക് വന്നാൽ അതൊന്നായിട്ട് നമുക്ക് തകർന്നു പോകണേ കാണാൻ കഴിയും. പക്ഷെ ലോകത്ത് കൂട്ടായ്മ, വിശ്വാസത്തോടുള്ള കൂട്ടായ്മ ഉണ്ടെങ്കിൽ അതാണ് സമൂഹത്തിന് കൊടുക്കാനുള്ളത്. ആ കൂട്ടായ്മയിൽ കൂടി വിജയിച്ചതിൻ്റെ ചരിത്രമാണ് ഫാമിലിക്കുള്ളത്. അത് എല്ലാവർക്കും അത് വിശാല മനസ്സ് വേണം. എൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക്, എൻ്റെ പാർട്ണർഷിപ്പിൽക്ക് ഞാൻ അവനെ കൂട്ടാന്നുള്ള വിശാല മനസ്സുണ്ട്. പല ആൾക്കാരും നമ്മൾ അവിടെ ആ വിശാല മനസ്സ് കാണിക്കണം. അങ്ങനെ കാണിക്കുന്ന എല്ലാ ആൾക്കാരും വിജയത്തിലേക്ക് എത്തും എന്നുള്ളതിന്റെ ഉത്തമ വിശ്വാസം. തീർച്ചയായിട്ടും അത് ഇന്നത്തെ ജനറേഷനും കൂടെ കൊടുക്കാൻ പറ്റിയ ഒരു മെസ്സേജും കൂടിയാണ് പുതിയ ബിസിനസ് തുടങ്ങുന്നവർക്ക്. പിന്നെ ഞങ്ങളെ വിജയം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ കസ്റ്റമർ വിജയം. കസ്റ്റമർ ഞങ്ങളെ സപ്പോർട്ടാണ്. ഞങ്ങൾ പറഞ്ഞ ഞങ്ങൾ ഇഷ്ടങ്ങളാണ് കൊടുക്കുന്ന ഷോപ്പ്. ഞങ്ങളെ സർവീസ്, ഞങ്ങൾ അത്രയും കസ്റ്റമറെ ഞങ്ങൾ ബഹുമാനിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ എല്ലാ സ്ഥലത്തും ഞങ്ങൾ സ്നേഹിക്കുന്ന കസ്റ്റമറെ ഞങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഫാമിലിന് ഇഷ്ടപ്പെടുന്ന ഒരുപാട് കസ്റ്റമറെ ഞങ്ങളൊരു കുടുംബമായി മാറിയിട്ടുണ്ട്. കസ്റ്റമറും ഞങ്ങളൊരു ഭാഗമായി മാറിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് ഞങ്ങളൊരു വിജയത്തിന്റെ ഒരു വിധാനമാണ്. ഇത്രയും നേരം നമ്മൾ പറയുമ്പോഴൊക്കെ നമ്മൾ സക്സസിനെയാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്, ഹാപ്പിനെസ്സിനെയാണ് ഷെയർ ചെയ്യുന്നത്. ഇതിൽ നിന്നൊക്കെ മാറിയിട്ട് ഇപ്പം കൊറോണ വന്നു, വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നു, നോട്ട് നിരോധനം, അങ്ങനെ പലതരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. സോ ആ സമയത്തൊക്കെ നമുക്ക് ഈ പറയുന്ന പോലെ പ്രതിസന്ധികളെ നമ്മൾ എങ്ങനെയാണ് ഇത്രയും അംഗങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നത്? ഞങ്ങൾക്ക് വളരെ സുഖമായിരുന്നു. കാരണം എന്താ അറിയോ, ഞങ്ങൾക്ക് ഈ കൊറോണ ഉണ്ടായ സമയത്ത് എല്ലാവർക്കും വല്ല ടെൻഷൻ ഉണ്ടായ സമയത്ത് ഞങ്ങൾക്ക് കൂട്ടായ്മ കൊണ്ട് ഞങ്ങൾക്ക് ടെൻഷൻ ഷെയറായി. അത് പ്രശ്നമില്ല. ഞങ്ങള് വൈകുന്നേരം ഒരു വീഡിയോ കോൾ ചെയ്യുമ്പോൾ ഞങ്ങളുടെ ടെൻഷനൊക്കെ പോയി. അപ്പൊ ഞങ്ങളെ അത് ഒരു ബിന്ദുവിലേക്കാണെങ്കിൽ ഞങ്ങൾക്ക് ടെൻഷൻ അനുഭവിക്കേണ്ടി വരും. ഒരു കൂട്ടായ്മ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ടെൻഷൻ ഉണ്ടായില്ല. പിന്നെ ദൈവത്തിന്റെ അനുഭവം കൊണ്ട് ഞങ്ങൾ കൊറോണയ്ക്ക് ശേഷവും നല്ല ബിസിനസ് ഉണ്ടാവാൻ
കഴിഞ്ഞിട്ടുണ്ട്. അതെ, എന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തി. കാരണം പ്രതിസന്ധികളെ എങ്ങനെ ഷെയർ ചെയ്തെന്ന് വെച്ചാൽ ടെൻഷൻ ഉണ്ടായിരുന്നു, ആ ടെൻഷൻ ഞങ്ങൾ ഷെയർ ചെയ്തു. ഷെയർ ചെയ്തു. ഞങ്ങൾ കൂടെ ഈ 56 ആൾക്കാർ ഈ ടെൻഷൻ ഉണ്ടാവുമല്ലോ. അപ്പൊ 56 ആൾ അനുഭവിക്കുന്ന ഒരാളല്ലല്ലോ. സാധാരണ ഒരു വ്യക്തിയാണ് ഈ മൊത്തം ടെൻഷൻ. ബണ്ടിൽ വന്നിട്ടുണ്ട്, കൊറോണ ആണ്, 25,000-ന്റെ 50,000-ന്റെ ഒക്കെ ചോളി അങ്ങനെ പോകും, കല്യാണം 20 ആളിൽ ചുരുക്കിയിട്ടുണ്ട് എന്ന് പറയുന്ന സമയത്ത് ടെൻഷൻ ഇങ്ങനെ ആദ്യം കയറിയിട്ട് ഭയങ്കര ടെൻഷൻ ആവും ആൾക്കാർക്ക്. ഞങ്ങളെ സംബന്ധിച്ച് ടെൻഷൻ ഇല്ല, ഞങ്ങൾ കുറെ ആൾക്കാരല്ലേ, അപ്പൊ ഞങ്ങളത് മാത്രമല്ല, അല്ല ഞങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ അതിങ്ങനെ എല്ലാവരും ഷെയർ ചെയ്യും, അപ്പൊ മനസ്സിൽ ടെൻഷൻ ഇല്ല. വേറെ ഒരു കാര്യം ചെയ്യട്ടെ, കാരണം ഏത് തരത്തിൽ എങ്ങനെ ചോദിച്ചാലും ഒരു കൂട്ടായ്മയിൽ നിന്നിട്ട് തന്നെയാണ് നമുക്ക് ഒരു ആൻസർ വരുന്നത്. പക്ഷെ നമ്മൾ എന്ത് കാര്യം പറയുമ്പോഴും നമ്മൾ പറയും ലീഡ് ചെയ്യാൻ എപ്പോഴും ഒരാൾ അവിടെ ഉണ്ടാവണം. ഒരു ഡിസിഷൻ, ഒരു നോ ആണെങ്കിലും യെസ് ആണെങ്കിലും അത് കറക്റ്റായിട്ട് പറയാനും നമുക്ക് പറയില്ല, ഒരു ഭയപ്പെടുത്തുന്ന ഒരാൾ അവിടെ ഉണ്ടാവണം എന്ന് പറയുന്നത്. അങ്ങനത്തെ സിറ്റുവേഷൻസിന് എങ്ങനെയാണ്? കാരണം ഒരാളിനെ എപ്പോഴും ഈ പറഞ്ഞ പോലെ ഡിസിഷൻസ് ഡെലിവർ ചെയ്യുന്നത്, കൺവേ ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞില്ലേ, ഞങ്ങളെ ഷോപ്പ് ഉണ്ട്, ഷോപ്പിന് ഓരോ GM-മാരുണ്ട്. ആ ഷോപ്പിന്റെ ഹാൻഡിൽ ചെയ്യുന്ന GM-മാരാണ്. ആ GM-മാർക്കുള്ള നിർദ്ദേശങ്ങൾ ഞങ്ങൾ 3 ഡയറക്ടേഴ്സ് ഉണ്ട്, അവർ കൊടുക്കും. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ച ഒരു പ്രശ്നമൊന്നുമില്ല, ഞങ്ങൾ കൂട്ടായ തീരുമാനങ്ങൾ എടുക്കും. പിന്നെ ഇടയ്ക്ക് മീറ്റിങ്ങുകൾ കൂടും, മീറ്റിങ്ങുകളെ ചർച്ച ചെയ്യും. ഇതുവരെ ഞങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ശരിക്കും പറയുകയാണെങ്കിൽ പണ്ടത്തെ ഈ നാട്ടുരാജ്യങ്ങളൊക്കെ പോലെ അല്ലെ, ഓരോ രാജ്യങ്ങൾ ഓരോരുത്തർക്ക് കൊടുക്കുന്നു, എന്നിട്ടൊരു ആ ഒരു കൂട്ടായ രീതിയിലാണ്. ഇടയ്ക്ക് ഞങ്ങൾ മീറ്റിംഗ് കൂടും, അതുപോലെ ഡിസ്കസ് ചെയ്യും. ഇതുവരെ വിഷയങ്ങളും ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. അതെ, അങ്ങനത്തെ ടെൻഷൻസ് ഇല്ല. അതാണ് ഓക്കെ. ഇതിൽ മുജീബ് ഖാനെ കുറിച്ചിട്ട് 2 വാക്ക് പറയണം. കാരണം മുജീബ് ഇവിടെ ഇല്ല, പക്ഷെ നമ്മുടെ ഒരു സ്ട്രോങ് പില്ലറും കൂടിയാണ്. ഞങ്ങൾ സ്ട്രോങ് ആയിട്ടുള്ള പില്ലർ തന്നെയാണ്. കൊറോണ സമയത്ത് സംഘടനക്കും വേണ്ടിയിട്ട്, ടെക്സ്റ്റൈൽസ് അസോസിയേഷന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്ത വ്യക്തിയായിരുന്നു. അങ്ങനെ സംസ്ഥാനത്തെ ആക്ടിംഗ് പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുത്ത് അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞ ശേഷം ഏകദേശം 3 വർഷമായി ചെറിയ സ്റ്റോക്ക് വന്ന്. അപ്പോൾ ഇപ്പോൾ ആള് ഫിസിക്കലായിട്ടൊക്കെ ക്ലിയർ ആണ്, ഷോപ്പിലൊക്കെ വരലുണ്ട്, മീറ്റിങ്ങിലൊക്കെ പങ്കെടുക്കലുണ്ട്. ഞങ്ങൾ 2 ആളും ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു അണുമണി തൂക്കം, ഒരു പോയിന്റ് പോലും വ്യത്യാസമില്ലാതെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ട് ഒരു സങ്കടം പോലും ഞങ്ങൾ കൊടുത്തിട്ടില്ല. ഞങ്ങളിൽ ഒരാൾ തന്നെയാണ് ഇന്നും പോണത്. സൗഹൃദം എസ്പെഷ്യലി നോക്കുകയാണെങ്കിൽ കോഴിക്കോട് മലബാർ ഏരിയയിൽ ഒന്നും കുടുംബക്കാരല്ല. ഞാൻ സലാമിന്റെ കുടുംബമല്ല, മുജീബ് ഞങ്ങളെ കുടുംബമല്ല, പിന്നെ സൈബത്ത് നമ്മളെ കുടുംബമല്ല. ഈ പറയുന്ന ആൾക്കാരൊന്നും ഞങ്ങൾ ഒരാളും കുടുംബമല്ല. കുടുംബം ചെറിയ ചെറിയ ആൾക്കാരൊക്കെ ഉണ്ട്, പെങ്ങന്മാരെ ഭർത്താക്കന്മാരൊക്കെ വന്നവരുണ്ടാവും, ചിലപ്പോൾ കുടുംബത്തിലുള്ള അനിയന്മാരും അങ്ങനത്തെ വന്നിട്ടുണ്ട്, കുടുംബക്കാരുണ്ട് ഞങ്ങളുണ്ട്. അതേസമയത്ത് ഈ ഞങ്ങൾ 3 ആൾക്കാരും കുടുംബമല്ല. ഇനി ഞങ്ങളെ മുകളിലുള്ള കാതിർക്കാമ്പിച്ചിക്ക അതൊന്നും ഞങ്ങൾ കുടുംബമല്ല. ശരിക്കും രക്തബന്ധവും അങ്ങനത്തെ കുടുംബ ബന്ധമൊന്നും വേണ്ട, സൗഹൃദമാണ്, വിശ്വാസമാണ് ഏറ്റവും വലുത്. അത് തീർച്ചയായിട്ടും നമ്മുടെ കോഴിക്കോടിന്റെ സൗഹൃദത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, കാരണം എപ്പോഴും സൗഹൃദങ്ങൾ എന്ന് പറയുമ്പോൾ കോഴിക്കോട് വല്ലാത്തൊരു ഈ ബിസിനസ് ക്ലബ്ബിൽ തന്നെ ഞങ്ങൾ മെമ്പർമാർ, ഞങ്ങൾ 2 ആളും. അത് വല്ലാത്തൊരു കൂട്ടായ്മയും ഭയങ്കര സൗഹൃദമാണ്, ഒരു ഭയങ്കര ഫ്രണ്ട്ഷിപ്പാണ്. എത്ര ഉയർന്ന ആൾക്കാരും നമ്മളെ തോളിൽ കൈവച്ചുകൊണ്ട്, നമ്മളെ ചേർത്ത് പിടിച്ചുകൊണ്ട്, നമ്മളെ ബിസിനസ്സിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടും നമ്മളെ എൻ്റർടൈം തരുന്ന ഒരു ക്ലബ്ബാണിത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരെ നമുക്ക് വ്യത്യസ്ത മേഖലയിൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരെ പരിചയപ്പെടാനുള്ളൊരു പ്ലാറ്റ്ഫോമാണ് ബിസിനസ് ക്ലബ്ബ്. അപ്പോൾ അങ്ങനെയുള്ള ക്ലബ്ബുകളൊക്കെ വരുന്ന സമയത്ത് തന്നെ നമുക്ക് ഒരുപാട് ടെൻഷനുകളില്ലാത്തൊരു ജീവിതത്തെക്കുറിച്ച്, കോഴിക്കോടിൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യമാണ് ഒന്ന് ബിസിനസ് ക്ലബ്ബിനെ. കോഴിക്കോടുള്ള പ്രഗത്ഭരായിട്ടുള്ള എല്ലാ ആൾക്കാരെയും ഒരേ രീതിയിൽ കണ്ടുകൊണ്ട് അവർ 140ഓളം മെമ്പർമാരായിട്ട് ഒന്നിച്ച് നിൽക്കുന്നുണ്ട്. അതൊക്കെ കോഴിക്കോടിൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യമാണ്. കോഴിക്കോടെ ബിസിനസ്സുകാർ ജാടയില്ലാത്ത കച്ചവടക്കാരാണ്, അത് വളരെ സത്യമാണ്. ഞങ്ങൾക്ക് ബിസിനസ് ക്ലബ്ബിൽ വന്നതിന് ശേഷം പരിപൂർണമായി ബോധ്യപ്പെട്ട് എത്ര ഉന്നതിയിൽ നിൽക്കുന്ന ആളും താഴോട്ട് പോരും. അത്ര വളരെ ഒരു ജാടി ആർക്കും ഇല്ല. അതെ, കോഴിക്കോട് എന്ന് പറഞ്ഞാൽ തന്നെ സൗഹൃദം വല്ലാത്ത. ഭക്ഷണത്തിനോടൊക്കെയുള്ള പ്രിയ എങ്ങനെയാണ്? കോഴിക്കോട്ടുകാരോട് ആദ്യം ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. കാരണം എന്ന് വെച്ചാല് ഇവിടെ വന്നു കഴിഞ്ഞ് ഒരുപാട് ഭക്ഷണ വിഭവങ്ങളുണ്ട്. കോഴിക്കോട് നല്ല മലബാർ ഏരിയ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഭക്ഷണ പ്രിയരാണ്, ഭയങ്കര ഇഷ്ടമാണ്. എങ്ങനെയാണ് അതിനോടൊക്കെ? എന്താ പറയാ, നമ്മുടെ ഡെയിലി ആണ്, അത് നമുക്ക് സ്പെഷ്യൽ അല്ല, എല്ലാ ദിവസവും നമുക്ക് ഡെയിലി. തീർച്ചയായിട്ടും. എനിവേസ് ഒരുപാട് സന്തോഷം. ഈ പറയുന്നത് പോലെ നമ്മൾ ഫാമിലി വെഡിങ് സെന്റർ എന്ന് പറയുമ്പം മലബാറിലുള്ളവർക്ക് എന്താണെങ്കിലും നന്നായിട്ട് അറിയാം. അതിന് പുറത്തുള്ളവർക്ക് ഈ ഫാമിലി വെഡിങ് സെന്റർ വെറുതെ ഒരു ക്യാൻവാസിംഗ് നെയിം അല്ല, അത് അതിൻ്റെ ഉള്ളിൽ ജനിച്ച ഒരു പേരാണ്. ആ പേരിനും ആ സന്തോഷം, ആ കൂട്ടായ്മയാണ് നമ്മൾ പുറത്തേക്ക് കസ്റ്റമേഴ്സിനായിട്ട് കൊടുക്കുന്നത്. ഞങ്ങൾക്ക് കസ്റ്റമേഴ്സിനോട് പറയാനുള്ളത് എന്നാണ്, ഇതൊരു വ്യക്തിൻ്റെതല്ല, ഇതൊരു കൂട്ടായ്മ.
തീർച്ചയായിട്ടും അത് വളരെ വലിയൊരു കാര്യമാണ്. കാരണം ഒരു കുടുംബമല്ല, ഒരുപാട് കുടുംബങ്ങളാണ് ഇതിൻ്റെ പിന്നിലുള്ളത് എന്നുള്ളതാണ്. എനിവൈസ് ഒരുപാട് സന്തോഷം. ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ, ഒരുപാട് ആളുകളുമായിട്ട് കൂട്ടായ്മയിൽ എത്തട്ടെ. ഈ പറയുന്നത് പോലെ വളരെ സന്തോഷം തന്നെ ഷെയർ ചെയ്യട്ടെ അല്ലേ? ഹാപ്പിനെസ് ഉണ്ടാകാനാണ്. അതെ, ഹാപ്പിനെസ് ഉണ്ടാവട്ടെ, എപ്പോഴും ഹാപ്പിനെസ് ഉണ്ടാവട്ടെ. ഈ ഒരു അവസരത്തിൽ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഇമ്പിച്ചിക്കും അതുപോലെ തന്നെ കാദർക്കും ഞാൻ നന്ദി പറയാണ്. കാരണം നല്ലൊരു കൂട്ടായ്മയെ പടുത്തുയർത്താനായിട്ട് അവരെടുത്ത അന്നത്തെ ഒരു ഡിസിഷൻ, അന്ന് അവർ ഈക്വാലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങളുടെ മുന്നിലേക്ക് വെച്ചു, നിങ്ങളത് ഒരു 1000 ആളുകളുടെ മുന്നിലേക്ക് വെച്ചു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും വളരെ സന്തോഷം. ഇനിയും ഒരുപാട് ഉയരങ്ങളിലെത്തട്ടെ. താങ്ക് യു സോ മച്ച്.